കട്ടപ്പന കുന്നളംപാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി നവഗ്രഹ ക്ഷേത്രത്തിൽ ജനുവരി മാസം 28-ാം തീയതി നടക്കുന്ന തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി ചണ്ഡികായാഗവും അതിരുദ്ര മഹാഭിഷേക ഹവനവും ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം ബ്രഹ്മശ്രീ ജ്യോതിശാന്തികൾ, ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ CS നന്ദു തിരുമേനി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. ജനുവരി മാസം 28-ാം തീയതി മുതൽ ഫെബ്രുവരി 1 വരെയാണ് മഹാചണ്ഡിക യാഗവും മഹാരുദ്ര അഭിഷേക ഹവനവും തൈപ്പൂയ മഹോത്സവവും ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇതിനു മുന്നോടിയായുള്ള യാഗശാല നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നിലം ഉഴുതലാണ് ഇന്ന് നടന്നത്. കാളകളെ എത്തിച്ചാണ് നിലം ഉഴുതത്. ചടങ്ങിന് മുന്നോടിയായി സ്ഥാനം നിർണയിച്ച അളന്ന് തിട്ടപ്പെടുത്തി ഇതിനുശേഷം കാളകളെ ഉപയോഗിച്ച് നിലം ഉഴുതു. തുടർന്ന് നവധാന്യങ്ങൾ ഈ ഭാഗത്ത് വിതയ്ക്കും. ഇത് കിളിർത്തു വന്നതിന് ശേഷം പശുക്കൾക്ക് ഭക്ഷിക്കാൻ നൽകും. ഇതിനുശേഷമാണ് ഇവിടെ യാഗശാല നിർമ്മിക്കുന്നതും തുടർന്ന് കാൽനാട്ടുകർമ്മം നടത്തുന്നതും. ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം ബ്രഹ്മശ്രീ ജ്യോതിശാസ്ത്രികൾ, ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ CS നന്ദു തിരുമേനി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നമ്മുടെ മലബാർ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വടക്കൻ കേരളത്തിൽ മാത്രം നടത്തുവരുന്ന ഒരു യാഗ പദ്ധതിയാണ്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് ക്ഷേത്രങ്ങളിലും ഒക്കെ ഇതുപോലെയുള്ള യാഗങ്ങൾ നടത്തപ്പെടുന്നത്. അപ്പോൾ യാഗങ്ങൾ പുനഃസ്ഥാപിക്കുക, വേദങ്ങളെ പുനഃസ്ഥാപിച്ച് നമ്മുടെ ക്ഷേത്ര സംസ്കാരം എന്താണെന്ന് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ ക്ഷേത്രത്തിലെ വിശ്വാസ സമൂഹം എത്തിയിരുന്നു. പുതിയ തലമുറയെ ബാധിച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കി സനാതന ധർമ്മബോധം വളർത്തി സഹജീവി സ്നേഹത്തോടെ ഭൂമിയെ സ്വർഗമാക്കി തീർക്കുവാൻ ഉതകുന്ന തരത്തിൽ പൂർവിക ഋഷീശ്വരന്മാരാൽ കൽപ്പിക്കപ്പെട്ട മഹായാഗം പുനഃസ്ഥാപിച്ച് അവയെ സമൂഹ നന്മയ്ക്ക് പ്രാപ്തമാക്കി തീർക്കുക എന്നതാണ് ഈ മഹായാഗം കൊണ്ട് ലക്ഷ്യമിടുന്നത്. വളരെ അപൂർവമായി മാത്രം നടക്കുന്ന ഈ യാഗം ജപവും ഉപവാസവും അഗ്നി ഉപാസനയും മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല, സർവ്വ ജനങ്ങളാലും നേരിട്ട് ചെയ്യപ്പെടുന്ന ഒരു സമൂഹ യാഗം കൂടിയാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രം പ്രസിഡന്റ് രാജേഷ് താതിയാങ്കൽ, സെക്രട്ടറി ഉഷ വിജയൻ, ഓഫീസ് സെക്രട്ടറി സന്തോഷ് മുകളേൽ, മോഹനൻ കൂട്ടുങ്കൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.